കംസൻ വസുദേവനോടും ദേവകിയോടും എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൃപയോടുകൂടി മനസ്സിലാക്കി എന്നോട് ക്ഷമിക്കുക, കനിവോടെ എന്നെ കാത്തുകൊള്ളുക എന്നൊക്കെ അപേക്ഷിച്ചു. ഇപ്രകാരം പലതും ആവർത്തിച്ചുകൊണ്ട് കംസൻ കണ്ണുനീർ തൂവുകയും ചെയ്തു. വർദ്ധിച്ച ശോകത്തിനും അമർഷത്തിനും വിധേയരായിരുന്ന ദേവകി വസുദേവന്മാരുടെ പാദങ്ങൾ പിടിച്ച് കംസൻ കരഞ്ഞു. ഈ പാദങ്ങളിൽ കംസൻ നമസ്കരിച്ചു. അങ്ങനെ പാദങ്ങളിൽ വീണിരിക്കുന്ന കംസനെ ദ്വേഷമില്ലാതെ വസുദേവൻ പിടിച്ചെഴുന്നേൽപ്പിച്ചു. വസുദേവൻ കനിവോടുകൂടി പറഞ്ഞു, മഹാരാജാവായ അങ്ങ് ഇപ്പോൾ പ്രസ്താവിച്ച നീതികളെല്ലാം നേരായിട്ടുള്ളതാകുന്നു. ജ്ഞാനികൾക്ക് സമ്മതമായ തത്വങ്ങളാണിവ. നിന്റേത് എന്റേത് എന്ന ഭേദഭാവന അവർക്കില്ല. ദിവ്യജ്ഞാനികൾ രാഗദ്വേഷാദികളായ ദോഷങ്ങളിൽ നിന്നും മുക്തരാണ്. മായാവശഗതരായി കലുഷ ചിത്തന്മാർ ചെയ്യുന്ന അനീതികൾ പൊറുക്കാൻ വേദജ്ഞാനം ഉപദേശിക്കുന്നു. അങ്ങയെ ഈശ്വരൻ പരിപാലിക്കട്ടെ. പണ്ട് ദേവകിയെ കൊല്ലാൻ കംസൻ മുതിരുമ്പോൾ തന്നെ വസുദേവൻ ഇതേ തത്വം പറഞ്ഞിരുന്നു. അത് കംസൻ ഉൾക്കൊള്ളാതെ പോയത് ഭാഗ്യമില്ലായ്മ മൂലമാണെന്ന് വസുദേവൻ ഇപ്പോൾ അറിയുന്നു. കംസൻ കാല് പിടിച്ചപ്പോൾ ദേവകിയും തന്റെ കോപം അടക്കി. ദേഹാദികളാൽ അഹങ്കാരം തോന്നുന്നവരെയാണ് മാനം ബാധിക്കുക. ദിവ്യാത്മാക്കൾ ഭാവനയില്ലാത്തവരായതുകൊണ്ട് മാനാദി ദോഷങ്ങൾക്കതീതരാണ്. അതിനാൽ വസുദേവനും ദേവകിയും പ്രസന്നരായി കംസന് തിരികെ പോകുവാൻ അനുജ്ഞ നൽകി. കംസൻ തന്റെ ഭവനത്തിലേക്ക് പോയി. ആ രാത്രി കഴിഞ്ഞപ്പോൾ കംസന്റെ സന്നിധിയിൽ മന്ത്രിമാർ ഒരുമിച്ച് വന്നു ചേർന്നു. അവർ ആദരവോടെ തൊഴുതുകൊണ്ട് കംസന്റെ മുമ്പാകെ നിന്നു. അപ്പോൾ കംസൻ വിവരമെല്ലാം അവരോട് പറഞ്ഞു. ദേവകി ഒരു പുത്രിയെ പ്രസവിച്ചത്, ആ പുത്രിയെ കൊല്ലുന്നതിനായി താൻ മുതിർന്നത്, അങ്ങനെ മുതിർന്ന സമയത്ത് അവൾ തന്റെ കയ്യിൽ നിന്ന് വഴുതി ആകാശത്തിലേക്ക് ഉയർന്നത്, ആകാശദേശത്തിൽ നിന്നുകൊണ്ട് അവൾ പറഞ്ഞത്, അത് കേട്ടപ്പോഴുണ്ടായ ചിത്തചാഞ്ചല്യം മൂലം താൻ വസുദേവ ദേവകിമാരെ കെട്ടഴിച്ചു വിട്ടത്, അവരോട് താൻ അനുനയ വാക്യങ്ങൾ പറഞ്ഞത്, ഒടുവിൽ താൻ ഭവനത്തിൽ എത്തിച്ചേർന്നത്, ഇവയെല്ലാം കംസൻ വിസ്തരിച്ച് അവരോട് പറഞ്ഞു. വിവരങ്ങൾ മുഴുവൻ കേട്ടു കഴിഞ്ഞപ്പോൾ ദേവവൈരികളായ ആ അസുരന്മാർ വിസ്മയം പൂണ്ട് അതേക്കുറിച്ച് ആലോചിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, ദേവകിയുടെ പുത്രിയെ കൊല്ലാൻ മുതിർന്നപ്പോൾ സംഭവിച്ച അത്ഭുതങ്ങളെ കുറിച്ചാണ് കംസൻ തന്റെ സജീവന്മാരോട് വിസ്തരിച്ചു പറഞ്ഞത്. വിവേകം കംസന്റെ മനസ്സിൽ തെളിഞ്ഞിരിക്കുന്നു എന്ന് കംസൻ നേരത്തെ വസുദേവനോട് പറഞ്ഞ വാക്കുകളിൽ നിന്ന് നാം മനസ്സിലാക്കുന്നു. പക്ഷേ വിവേകത്തിന്റെ ആ സ്ഫുരണം താൽക്കാലികമായിരുന്നുവെന്ന് തുടർന്നുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ തെളിയുന്നു.